നമ്മൾ ഈ ഡ്രഗ് നമ്മൾ പറയുന്ന സമയത്ത് അതിനും കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡ്രഗ് ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിലെ മുതിർന്നവരാണ്. അത് നമ്മൾ പറയുമ്പോൾ ശരിക്കും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും മെഡിസിൻ, അതായത് മെഡിസിനും ഒരു ഡ്രഗിൻ്റെ ഒരു കെമിക്കൽ കോമ്പൗണ്ടാണ്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് 10-15 വർഷമായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇത് ഗുളിക ഇതുപോലുള്ള ഗുളിക അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് നിർത്തണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നിർത്തുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വിത്ഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും സ്വാഭാവികമായിട്ട്. ഇതും ഒരു ഡ്രഗാണ്. അപ്പോൾ വിത്ഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടും, പ്രഷർ റേറ്റ് കൂടും, ക്ഷീണമാവും, ശരീരം സ്വാഭാവികമായിട്ട് മെയിൻ്റനൻസിലേക്ക് പോകുന്ന സമയത്ത് ബാക്കിയുള്ള എല്ലാ ശരീരത്തിൻ്റെ പ്രവർത്തനം ഷട്ട് ഡൗൺ ആവും. ഷട്ട് ഡൗൺ ആ സമയത്ത് അവർക്ക് പൊതുവേ എന്താ പറയുക, മൊത്തമായൊരു ക്ഷീണം, എവിടെയും അനങ്ങാൻ കഴിയില്ല, മൊത്തം കാലുവേദന, മുട്ടുവേദന, കൈവേദന, ഹാർട്ടിൻ്റെ റേറ്റ് കൂടും. ഹാർട്ടിൻ്റെ റേറ്റ് കൂടുന്ന സമയത്ത് ആൾക്കാർ പറയും ഹാർട്ട് അറ്റാക്ക് വരുമേ ഇങ്ങനെയുള്ള സംഗതിയൊക്കെ വരുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ വളരെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഡ്രഗ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് നിർത്തുന്ന സമയത്ത് ആണ് ശരിക്ക് ഇതുപോലുള്ള സംഭവം വരിക. ശരിക്കും ലൈഫ് സേവിങ് ഡ്രഗ് അല്ല ഇത് ശരിക്കും. ലൈഫ് സേവിങ്, അപ്പോൾ ആൾക്കാർ ഇത് ആദ്യം കഴിക്കുന്ന സമയത്ത് സ്വാഭാവിക രീതിയിലേക്ക് വരും. അപ്പോൾ ആ പാറ്റേണിലേക്ക് തന്നെ വരും. ശരിക്കും ലൈഫ് സേവിങ് അല്ല ചെയ്യുന്നത്. ശരിക്കും ലൈഫിനെ എന്ത് പറയുന്ന ഒരു അടിമ, അല്ലെങ്കിൽ ഒരു ചെറിയ തോതിലുള്ള ഒരു ഡ്രഗിന് അടിമ പോലെ തന്നെയാണ് ഈ ഒരു പാറ്റേൺ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിർത്തുന്ന അവർക്ക് ചില ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരും. അന്നേരം അവർ വിചാരിക്കും ഇത് നിർത്തുന്നതുകൊണ്ടാണ് ശരിക്ക് ഈ ഒരു പ്രശ്നം, ഇപ്പം എന്താ പറയുക, ഇതാണ് ശരിക്കും നമ്മുടെ ലൈഫ് സേവ് ചെയ്യുന്നില്ല. അതൊരു തെറ്റിദ്ധാരണയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് ശരീരത്തിന് സ്വാഭാവിക രീതിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ ആ സമയത്ത് ഗുളിക കുറച്ച് കുറക്കാൻ വേണ്ടി പോരും. കുറക്കുന്ന സമയത്ത് ഈ ഒരു വിത്ഡ്രോവൽ സിംറ്റംസ് ഒക്കെ വരും. അപ്പോൾ അന്നേരം ആൾക്കാർ പേടിക്കും എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വരുന്നത് ശരീരം മെയിൻ്റനൻസിലേക്ക്, അതായത് മെയിൻ്റനൻസിൻ്റെ ഒരു ഇതിലേക്ക് പോകുന്ന സെൽഫ് ഹീലിംഗ് സംഗതിയിലേക്ക് പോകുന്ന സമയത്താണ് ഈ ഒരു സംഭവമൊക്കെ സിംറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് പേടിക്കാനൊന്നുമില്ല. കുറച്ച് കാലം ഉണ്ടാവും, 1-2 മാസങ്ങളിൽ ഒരു 3-4 മാസം ഉണ്ടാവും. അത് ഓട്ടോമാറ്റിക്കലി ശരീരം ഹീലിംഗിലേക്ക്, സെൽഫ് ഹീലിംഗിലേക്ക് അല്ലെങ്കിൽ സ്വാഭാവിക രീതി വരുന്ന സമയത്ത് വീണ്ടും പഴയ പോലെ തന്നെ നല്ല ഉഷാറായിട്ട് വരും കേട്ടോ. ഓക്കെ.